അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് പിടുത്തത്തിലൊക്കെ ഭയങ്കര രസമുണ്ട്. ഈ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ ഇരിക്കും. ഈ മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഗ്ലാസ് ഈ വിരലുകൾക്കിടയിലിരിക്കും. അത് കാണാനൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ആ രീതിയിൽ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി ഇതെടുത്തിട്ട് 2 മണിക്കൂർ കൊണ്ട് ഈ പടം വരച്ച് തീർത്തു. ആദ്യത്തേതിനേക്കാളും മെച്ചമാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ സൂക്ഷിച്ച് വെള്ളത്തിലിട്ട പ്രോസസ്സ് നടത്തി എടുത്ത് അദ്ദേഹം തന്നെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി ഫ്രെയിമൊക്കെ ചെയ്ത് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് മറ്റേ അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് പോയി. വിൻസെൻ്റ് മാസ്റ്റർ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് ഇത് നോക്കിയപ്പം വിൻസെൻ്റ് മാസ്റ്റർക്ക് ഭയങ്കര സന്തോഷം. അദ്ദേഹം ഉടൻ തന്നെ അകത്ത് പോയി ചെക്ക് ബുക്ക് എടുത്തുകൊണ്ടോ എന്ന് ഇങ്ങനെ എഴുതാൻ പോയപ്പോൾ ഭരതൻ പറഞ്ഞു, ഇല്ല മാഷേ വേണ്ട, ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പൈസ വാങ്ങിയില്ല. ഭരതൻ സന്തോഷവാനായിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ പറഞ്ഞു നന്നായി, അദ്ദേഹത്തിൻ്റെ നിന്നൊന്നും പൈസ വാങ്ങിക്കുന്നത് ശരിയില്ല, പക്ഷേ ഞങ്ങളെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് അങ്ങനെയുള്ള ഗുരുവിൻ്റെയും നല്ല ദൈവത്തിൻ്റെയും പോലും വാങ്ങിച്ചു പോകും കണക്ക് പറഞ്ഞ് ആ രീതിയിൽ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അത് വാങ്ങിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു വിളി ഭരതന് വന്നു. എന്തായിരുന്നു എന്നറിയോ? ഗന്ധർവക്ഷേത്രം എന്ന് പറഞ്ഞ് ഉദയയിൽ വിൻസെൻ്റ് മാസ്റ്റർ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറായി ഭരതനെ നിയോഗിച്ചു.